Hi, welcome to Lash Class. BA English New Literatures in ഇംഗ്ലീഷിലെ ഡെത്ത് ആൻഡ് ദ കിങ്സ് ഹോഴ്സ്മാൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. നൈജീരിയൻ നൊബേൽ ലോററ്റ് ആയിട്ടുള്ള വോൾ സോയിങ്കയുടെ ഒരു 5 ആക്ട് പ്ലേ ആണ്. നമ്മളിവിടെ ഈ പ്ലേയുടെ ആക്ട് ബൈ ആയിട്ടുള്ള സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. ആക്ട് 1. The play is set in Nigeria in 1943 during British colonial rule. ഈ പ്ലേ നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത്, ഇതിലെ കഥ നടക്കുന്നത് 1943 കാലഘട്ടത്തിലുള്ള നൈജീരിയയാണ്. ആ കാലഘട്ടത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്, ഒന്ന്, നൈജീരിയ അന്ന് ബ്രിട്ടീഷ് കോളനിയാണ്. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അത്. എലിസിൻ, the king's horseman, is expected to commit ritual suicide to accompany the king in death as per Yoruba tradition. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ള കഥാപാത്രമായിട്ട് നമ്മൾ കാണുന്നത് എലിസിൻ എന്ന് പേരുള്ള ഒരാളാണ്. അയാള് അവിടുത്തെ രാജാവിന്റെ ഹോഴ്സ്മാൻ ആണ്. രാജാവിന്റെ കുതിരയെ നോക്കുന്ന അയാളുടെ വലങ്കൈ ആയിട്ടുള്ള വ്യക്തി എന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ രാജാവ് മരിച്ചുപോയി. അവരുടെ ആചാരം അനുസരിച്ചിട്ട് ഈ എലിസിൻ എന്ന് പറയുന്ന ഈ ഹോഴ്സ്മാൻ ആത്മഹത്യ ചെയ്തുകൊണ്ട് രാജാവിന്റെ കൂടെ പോകണം എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നമ്മൾ പണ്ട് കാലത്തുണ്ടായിരുന്ന സതി എന്നുള്ളൊരു ആചാരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ കൂടെ മരിക്കണം എന്നുള്ള ഒരു ആചാരമൊക്കെ, ആ രീതിയിലുള്ള ട്രഡീഷനാണ് ഈ യൊറൂബ കമ്മ്യൂണിറ്റിക്കകത്തുള്ളത്. അവിടുത്തെ രാജാവ് മരിച്ചിരിക്കുന്നു. രാജാവിന്റെ ഹോഴ്സ്മാൻ ആയിട്ടുള്ള എലിസിൻ ആത്മഹത്യ ചെയ്തുകൊണ്ട് രാജാവിന്റെ കൂടെ പോകണം എന്നുള്ളതാണ് അവിടുത്തെ ട്രഡീഷൻ. Elsin is enjoying his last day, surrounded by his praise singers and followers. എൽസിൻ ആണെങ്കിൽ അപ്പോൾ ഇതിന് തയ്യാറെടുക്കുകയാണ്. അയാളുടെ അവസാനത്തെ ദിവസമാണ്. അന്ന് അയാൾ ഈ ചടങ്ങ് നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ മാർക്കറ്റ് പ്ലേസിലാണ് ഇദ്ദേഹം ഉള്ളത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ ചുറ്റും ആളുകളുണ്ട്, അവിടെയുള്ള സ്ത്രീകളുണ്ട്, പിന്നെ ഒരു പ്രൈസ് സിംഗർ, ഇയാൾ പുകഴ്ത്തിപ്പാടുന്ന ഒരാളുണ്ട്. അവരെല്ലാവരും ഇയാളുടെ ഈ ധീരതയെ കുറിച്ചിട്ട്, ഈ ഒരു ട്രഡീഷൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അയാൾ ചെയ്യുന്ന കാര്യത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഈ എലിസിനാണെങ്കിൽ അയാളുടെ അവസാനത്തെ ദിവസം ആസ്വദിക്കുകയാണ്. അവിടെ നിന്ന് അയാൾക്ക് അവർ നല്ല വസ്ത്രങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിലെ അവസാന നിമിഷം ഇങ്ങനെ അയാൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി സീസ് എ ബ്യൂട്ടിഫുൾ വുമൺ ഇൻ ദ മാർക്കറ്റ് പ്ലേസ് ഹു ഹാസ് ബിട്രോത്ത് ടു ദ സൺ ഓഫ് ദ മാർക്കറ്റ് പ്ലേസ് മദർ ഇയലോജ. അവിടെ വെച്ചിട്ട് അയാൾ ഒരു സുന്ദരിയായ ഒരു യുവതിയെ കാണുന്നു. ആ മാർക്കറ്റ് പ്ലേസിന്റെ ഓണറായിട്ടുള്ള ഇയലോജ എന്ന് പറയുന്ന സ്ത്രീയുടെ മകനുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുള്ള ഒരു യുവതിയാണ് ആ സ്ത്രീ ഉണ്ടാവുന്നത്. ഹി ആസ്ക്ഡ് ടു മാരി ഹെർ ആൻഡ് ദേ അപ്രൂവ് ആസ് ഹി ഈസ് പ്രിപ്പയറിംഗ് ഫോർ ദ സാക്രിഫൈസ്. അപ്പോൾ ഇയാള് ആ സ്ത്രീയെ വിവാഹം കഴിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇയലോജ എന്ന് പറയുന്ന സ്ത്രീ അവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ആ മാർക്കറ്റ് പ്ലേസിന്റെ ഉടമയാണ്. അവരുടെ മകന് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന യുവതിയായിട്ട് കൂടി അവരെ ആ വിവാഹത്തിന് സമ്മതിക്കുന്നു. കാരണം ഇയാൾ ഇന്നത്തെ ദിവസം മരിക്കാൻ പോവുകയാണ്. അതും ഈ ഒരു ട്രഡീഷന്റെ ഭാഗമായിട്ടുള്ള സാക്രിഫൈസ് ആണ് ഇയാൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏറെക്കുറെ അയാളുടെ അവസാനത്തെ ആഗ്രഹം എന്നുള്ള നിലയ്ക്ക് അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത്, ഇയാൾ മരിക്കാൻ പോവുകയാണ്, എന്നിട്ട് കൂടി ഒരു സ്ത്രീയെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് വിധവയാക്കാൻ പോലും ആൾക്ക് മടിയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മളിവിടെ ഇയാളെ കാണുന്നത്. ആക്ട് 2. The British district officer Pilkings and his wife Jane are preparing for a party. ഇനി രണ്ടാമത്തെ ആക്ടിൽ നമ്മൾ കാണുന്നത് പിൽക്കിങ്സ് എന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വൈഫ് ജെയിൻ. അവര് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. ഈ ബ്രിട്ടീഷ് ഓഫീസർ നമ്മൾ പറഞ്ഞു, അന്ന് നൈജീരിയ എന്ന് പറയുന്നത് ബ്രിട്ടന്റെ കോളനിയാണെന്നുള്ള രീതിയിൽ ഇവിടെ പ്രധാനമായൊരു ഓഫീസറാണ് ഇദ്ദേഹം. They are in a death cult costume which scares the native police officer Amusa. അപ്പൊ ഇവരെ കാണാൻ വേണ്ടിയിട്ട് അമൂസ എന്ന് പേരുള്ള ഒരു പോലീസുകാരൻ വരുന്നുണ്ട്. അയാൾ നൈജീരിയക്കാരൻ തന്നെയാണ്. നമ്മൾക്കും അറിയാം, നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളൊക്കെ പോലീസിലും പട്ടാളത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ രീതിയിൽ തന്നെ ഈ അമൂസ എന്ന് പറയുന്ന നൈജീരിയക്കാരൻ അവിടുത്തെ പോലീസിലുള്ള ആളാണ്. അപ്പോൾ ഇവരുടെ വസ്ത്രം കണ്ടിട്ട് അയാളൊന്ന് ഭയപ്പെടുകയാണ്. കാരണം ഒരു ഡെത്ത് കൾട്ടിന്റെ, അതായത് ഇങ്ങനെ ഈ സാത്താനിക് കൾച്ചർ എന്നൊക്കെ പറയുന്ന പോലത്തെ രീതിയിലുള്ള ഒരു വസ്ത്രമാണ് ഇവർ ധരിച്ചിരിക്കുന്നത്. കാരണം ഒരു പാർട്ടിക്ക് പോകുന്നതിന്റെ ഫാൻസി ഡ്രസ് എന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത്. അമൂസ റിപ്പോർട്ട്സ് ന്യൂസ് അബൌട്ട് ദ സൂയിസൈഡ് സാക്രിഫൈസ്. അപ്പൊ അമൂസ വന്നിട്ട് പറയുന്നു, ഇവിടെ ഇങ്ങനെ ഒരു സൂയിസൈഡ് സാക്രിഫൈസ് നടക്കാൻ പോകുന്നുണ്ട്. ഒരാൾ ഇങ്ങനെ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട്, ആചാരത്തിന്റെ ഭാഗമായിട്ട് സൂയിസൈഡ് ചെയ്യാൻ പോവാന്നുള്ളത്. പിൽക്കിങ്സ് റിമെമ്പേഴ്സ് ഹി ഹാഡ് ഇഷ്യൂസ് വിത്ത് എലിസിൻ ബിഫോർ while helping his son go to England for medical studies.
അപ്പോൾ ഈ സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ആൾ എലിസിൻ എന്ന് പറയുന്ന ആളാണെന്ന് കേൾക്കുമ്പോൾ ഇയാൾ ഓർക്കുന്നു, അയാളുമായിട്ട് മുമ്പ് ഇയാൾക്ക് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അയാളുടെ മകൻ മെഡിസിൻ പഠിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പോയിരിക്കുകയാണ്. ഇയാൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇയാളെ അറിയിക്കാതെയൊക്കെയാണ് ഇയാളുടെ മകനെ ഇംഗ്ലണ്ടിലേക്ക് കടത്തുന്നത്. ആ സംഭവമൊക്കെ ഇയാൾ ഓർക്കുന്നു. He asks Joseph, the houseboy, to enquire the matter, who returns confused if it's a marriage or death. അപ്പോൾ ഇയാളുടെ വീട്ടിലുള്ള ഹൗസ് ബോയ് ആയിട്ടുള്ള അയാളുടെ കാര്യസ്ഥനായിട്ടുള്ള ജോസഫിന്റെ അടുത്ത് പറയുന്നത് അവിടെ പോയിട്ട് എന്താണ് കാര്യം എന്ന് അന്വേഷിക്കാൻ. അയാൾ പോയിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് തിരിച്ചു വരുന്നത്. അവിടെ മരണമാണോ നടക്കുന്നത്, കല്യാണമാണോ നടക്കുന്നത് കാര്യം അയാൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് ആൾ പറയുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു അയാളുടെ അവസാന ആഗ്രഹം എന്നതൊക്കെ പോലെ അവിടെ ഒരു വിവാഹം കൂടി നടക്കുന്നുണ്ട്. After discussions, Pilkings sends a note to Amusa to arrest Ellison. എന്നിട്ട് ഈ പിൽക്കിങ്സ് അയാളുടെ വൈഫുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഇവരുടെ ഈ ആചാരത്തെക്കുറിച്ച്, ചടങ്ങിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നു. ഇനി ശരിക്കും അവിടെ കല്യാണമാണോ ഉണ്ടാവുക, അതോ ഈ ചടങ്ങ് നടക്കുന്നുണ്ടാവോ, സൂയിസൈഡ് ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞ് അവസാനം ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഈ എലിസിൻ എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അമൂസയ്ക്ക് ഒരു നോട്ട് കൊടുത്തയക്കുന്നു. ആക്ട് 3. അമൂസ ഗോസ് ടു ദ മാർക്കറ്റ് പ്ലേസ് ടു അറസ്റ്റ് എലിസിൻ. അപ്പോൾ ഈ പോലീസുകാരനായിട്ടുള്ള അമൂസ എലിസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. കാരണം അയാൾ ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട്. ബട്ട് ദ വിമൻ പ്രൊട്ടസ്റ്റ് ആൻഡ് ഇൻസൾട്ട് ഹിം. പക്ഷെ അവിടെ ആ മാർക്കറ്റ് പ്ലേസിലുള്ള സ്ത്രീകൾ എല്ലാവരും തന്നെ പ്രതിഷേധിക്കുകയും ഇയാളെ ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യും. അതായത് ഇയാളെ കളിയാക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇയാൾ ബ്രിട്ടീഷുകാരുടെ കൂടെയാണ് നിൽക്കുന്നത്, ഇയാളുടെ പാരമ്പര്യം മറന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുകയും ബ്രിട്ടീഷുകാരെ അനുകരിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ടൊക്കെ ഇയാളെ അവിടെ നിന്ന് തിരിച്ചു പറഞ്ഞയക്കുകയാണ്, അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാതെ. അമൂസ വാൺസ് ദം ദാറ്റ് ഹി വിൽ കം ബാക്ക് വിത്ത് മോർ ഫോഴ്സ് ആൻഡ് ലീവ്സ്. അപ്പോൾ അമൂസ പോകുന്ന സമയത്ത് പറയുന്നുണ്ട്, ഓക്കെ ഞാൻ ഇപ്പൊ പോവാന്ന് കരുതിയിട്ട് നിങ്ങൾ സന്തോഷിക്കണ്ട, ഞാൻ കൂടുതൽ പോലീസുകാരും കൂടുതൽ ആയുധങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോകുന്നത്. ദ സിംഗിങ് ആൻഡ് ഡാൻസിങ് കണ്ടിന്യൂസ് കണ്ടംപ്ലേറ്റിംഗ് ദി ഇമിനന്റ് ഡെത്ത്. എന്നിട്ട് അവരവരുടെ ഈ പാട്ടും ഡാൻസും ഒക്കെ തുടരുകയാണ്. അവിടെ ഒരു വിവാഹം നടക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഈ ഒരു മരണത്തെ കുറിച്ചിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് ആ മാർക്കറ്റ് പ്ലേസിൽ ആ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആക്ട് 4. പിൽക്കിങ്സ് ആൻഡ് ജെയിൻ ഈസ് അറ്റ് ദ പാർട്ടി വിച്ച് ഈസ് ഓൾസോ അറ്റൻഡഡ് ബൈ ഹയർ ഒഫീഷ്യൽസ് ഇൻക്ലൂഡിംഗ് ദ പ്രിൻസ്. അപ്പോൾ ഈ ബ്രിട്ടീഷ് ഓഫീസറായിട്ടുള്ള പിൽക്കിങ്സും ആളുടെ വൈഫും ഒരു പാർട്ടിക്ക് പോകാൻ വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞിരുന്നു. ആ പാർട്ടിയാണ് നമ്മൾ ആക്ട് 4 രംഗമായിട്ട് കാണുന്നത്. അവിടെ അവരെ കൂടാതെ വേറെയും ഉയർന്ന ഉദ്യോഗസ്ഥരും ബ്രിട്ടീഷ് പ്രിൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ടുണ്ട്. ദ ലേൺ അമൂസ കുഡിന്റ് അറസ്റ്റ് എലിസിൻ ആൻഡ് പിൽക്കിങ്സ് ഡിസൈഡ്സ് ടു ഗോ ഹിംസെൽഫ്. അപ്പോൾ അവിടേക്ക് അമൂസ, ആ പോലീസുകാരൻ, ആ വാർത്തയും കൊണ്ട് വരുന്നുണ്ട്. അയാൾക്ക് അവിടെ പോയിട്ട് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല, അവിടുത്തെ ആളുകൾ എതിർത്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥൻ നമ്മുടെ ഈ ബ്രിട്ടീഷ് ഓഫീസറെ വിമർശിക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടുത്തെ ഓഫീസറായിട്ട് നിങ്ങൾക്ക് തടയാൻ കഴിഞ്ഞില്ല എന്ന രീതിയിലൊക്കെ. അങ്ങനെ പിൽക്കിങ്സ് അയാൾ നേരിട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ തീരുമാനിക്കുന്നു. ആഫ്റ്റർ ഹി ലീവ്സ്, ഒലൂന്ത എലിസിൻസ് സൺ അറൈവ്സ് സീക്കിംഗ് ടു മീറ്റ് ഹിം. അപ്പോൾ ഇയാൾ പോകുന്ന സമയത്താണ് ഈ ഒലൂന്ത എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നത്. ഈ എലിസിന്റെ മകനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അയാളെ മെഡിക്കൽ സയൻസ് പഠിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പറഞ്ഞയച്ചിരിക്കാറുണ്ടായിരുന്നത്. അയാള് അവിടേക്ക് വരുന്നു ഈ പിൽക്കിങ്സിനെ കാണണം എന്ന് പറഞ്ഞിട്ട്. ഒലൂന്ത ആൻഡ് ജെയിൻ ടോക്ക് അബൌട്ട് ദ സൂയിസൈഡ് സാക്രിഫൈസ് ആൻഡ് ഷീ ഈസ് ഷോക്ക്ഡ് ദാറ്റ് ഹീ സപ്പോർട്ട്സ് ഇറ്റ്. അപ്പോൾ ജെയിനും ഒലൂന്തയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അവിടെ നടക്കുന്ന കാര്യത്തെ കുറിച്ചിട്ട്. ഒലൂന്തയുടെ പിതാവാണ് അവിടെ ഈ സൂയിസൈഡ് സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇയാളാണെങ്കിൽ ബ്രിട്ടനിലൊക്കെ പോയി പഠിക്കുന്ന ആളെന്ന രീതിയിൽ കുറച്ച് പുരോഗമന ചിന്ത ഉണ്ടായിരിക്കുന്നതാണ് ജെയിൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു സൂയിസൈഡ് സാക്രിഫൈസിനെ ഇയാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഷോക്കിംഗ് ആവുന്നു. പിൽക്കിങ്സ് അറൈവ്സ് ആഫ്റ്റർ അറസ്റ്റിംഗ് എലിസിൻ. അപ്പോൾ ഇവർ തമ്മിൽ സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുമോ ഇല്ലയോ, പിൽക്കിങ്സ് അവിടെ എത്തുന്നതിന് മുമ്പ് അത് കഴിയുമോ എന്നുള്ള കാര്യമൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിൽക്കിങ്സ് അവിടെ വരുന്നത്. പിൽക്കിങ്സ് അവിടെ വരുന്ന സമയത്ത് അവർക്ക് ആദ്യം കാര്യം മനസ്സിലാവില്ല. പക്ഷെ അയാളുടെ പുറകെ ഈ എലൻസിനെയും കൂടി അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടായിരിക്കും. ആക്ട് 5. എലിസിൻ ഈസ് ചെയിൻഡ് അപ്പ് ഇൻ പ്രിസൺ സെല്ല് വിത്ത് ഹിസ് വൈഫ് സിറ്റിംഗ് ഔട്ട്സൈഡ്. അപ്പോൾ നമ്മൾ ഫൈനൽ ആക്ടിൽ കാണുന്നത് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചങ്ങലയൊക്കെ ആയിട്ട് ഇങ്ങനെ ജയിലിലിട്ടിരിക്കുകയാണ്. അയാളുടെ വൈഫ്, അന്നത്തെ ദിവസം തന്നെ അയാൾ വിവാഹം കഴിച്ചിട്ടുള്ള ആ യുവതി ആ സെല്ലിന് പുറത്തിരിക്കുന്നുണ്ട്. എലിസിൻ ആൻഡ് പിൽക്കിങ്സ് ടോക്ക് അബൌട്ട് ദ ഡ്യൂട്ടി ആൻഡ് ദ ഡിഫറൻസ് ഇൻ കൾച്ചർ. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഇയാളെ ഈ സാക്രിഫൈസ് ചെയ്യാൻ അനുവദിക്കാത്തതിൽ അയാൾക്കുള്ള ദേഷ്യമുണ്ട്, അതയാൾ പ്രകടിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ പിൽക്കിങ്സ് പറയുന്നുണ്ട് അയാളുടെ ഡ്യൂട്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം തടയുക എന്നുള്ളത്. അപ്പോൾ എന്താണ് ഡ്യൂട്ടി എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇവർ തമ്മിലുള്ള ഒരു സംവാദമൊക്കെ നടക്കുന്നുണ്ട്. ഇയലോജ അറൈവ്സ് ആൻഡ് ടോക്സ് ആംഗ്രിലി ടു എലിസിൻ ഫോർ ബിട്രേയിങ് ദം. ഈ സമയത്താണ് ഇയലോജ എന്ന് പറയുന്ന കഥാപാത്രം, നമ്മുടെ ആ മാർക്കറ്റ് പ്ലേസിന്റെ ഉടമയായിട്ടുള്ള സ്ത്രീ അവിടേക്ക് വരുന്നത്. ആദ്യം ഈ എലിസിനെ കാണാൻ വേണ്ടി അവരെ അനുവദിക്കാൻ ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഭയം ഉണ്ടാവുമെങ്കിലും പിന്നീട് അവരെ കാണാൻ അനുവദിക്കുന്നുണ്ട്. ഈ സ്ത്രീ ആണെങ്കിൽ എലിസിന്റെ അടുത്ത് വളരെ രൂക്ഷമായിട്ട് ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. കാരണം ഇയാൾ ഇങ്ങനെ സൂയിസൈഡ് സാക്രിഫൈസ് ചെയ്യാത്ത കാരണം കൊണ്ട് അവരുടെ ട്രഡീഷന് കളങ്കം വരുത്തി എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. As they continue talking, another group of people arrive with something wrapped in cloth. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഒരു കൂട്ടം ആളുകൾ കൂടി അവിടേക്ക് വരുന്നു. അവരും ഈ പറയുന്നത് പോലെ വരുന്ന സമയത്ത് ആദ്യം ഇങ്ങോട്ട് കടത്തി വിടണമെന്നൊരു സംശയം ഉണ്ടായിരിക്കും. പക്ഷെ ഒലൂണ്ട് അവരുടെ കൂടെ ഉണ്ടായിരിക്കും. അയാൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്ന ആളുടെ രീതിയിൽ അവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് അവരെ അകത്തേക്ക് വിളിക്കാൻ വേണ്ടി പറയും. അവരാണെങ്കിൽ തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞ് എന്തോ അവരുടെ കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. They reveal it's Olunda's dead body who sacrificed himself in his father's place. അത് നോക്കുമ്പോൾ അവർ കാണുന്നത് ഇവർ കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നത് ഒലൂന്തയുടെ മൃതശരീരമാണ്. കാരണം അയാളുടെ പിതാവ് മരിക്കാത്തത് കാരണം കൊണ്ട് ആ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഷോക്ക്ഡ്, എലിസിൻ സ്റ്റാങ്കിൾസ് ഹിംസെൽഫ് വിത്ത് എ ചെയിൻ ബിഫോർ എനിവൺ കുഡ് ഇന്റർവീൻ. അപ്പോൾ അതിലുണ്ടാവുന്ന ഒരു ഷോക്കിൽ ഞെട്ടലില് എലിസിൻ തൻ്റെ പുത്രൻ ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ്. അതും താൻ മരിക്കാത്ത കാരണം കൊണ്ടാണ് തൻ്റെ പുത്രൻ മരിച്ചെന്നുള്ള ആ ഒരു വിഷമത്തിൽ അയാളെ അവിടെ അറസ്റ്റ് ചെയ്തു വെച്ചിട്ടുള്ള ആ ചങ്ങല കൊണ്ട് അയാൾ സ്വയം കഴുത്തിൽ കുരുക്കിയിട്ട് മരിക്കുകയാണ്. മറ്റുള്ളവർക്ക് അവരെ തടയാൻ വേണ്ടി സെല്ലിനകത്താണ് അടച്ചിരിക്കുന്നത്. തുറന്നു വരാവുന്ന സമയത്തിനകത്തേക്ക് അയാൾ അവിടെ സ്വയം മരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ രീതിയിൽ ഒരു ദുരന്ത നാടകമായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. What is the setting of the play? The play is set in Nigeria in 1943 during British colonial rule. ഈ പ്ലേയുടെ സെറ്റിംഗ് എന്ന് പറയുന്നത് 1940s നൈജീരിയയാണ്. അന്ന് നൈജീരിയ ബ്രിട്ടന്റെ കോളനിയാണ്. മാത്രമല്ല രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അത്. Why does Elisin fail to make the ritual sacrifice? എന്തുകൊണ്ടാണ് എലിസിന് ആ സാക്രിഫൈസ് ചെയ്യാൻ കഴിയാതിരുന്നത്? Elisin fails to make the ritual sacrifice because he is arrested by Pilkings, the British district officer. അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ള കാരണം കൊണ്ടാണ് അയാൾക്ക് അവിടെ സാക്രിഫൈസ് ചെയ്യാൻ കഴിയാതിരുന്നത്. ഹു ഈസ് അമൂസ? അമൂസ ഈസ് എ നേറ്റീവ് പോലീസ് ഓഫീസർ ഹു റിപ്പോർട്ട്സ് ന്യൂസ് അബൌട്ട് ദ സൂയിസൈഡ് സാക്രിഫൈസ് ടു പിൽക്കിങ്സ്. അമൂസ ഒരു നൈജീരിയക്കാരനായിട്ടുള്ള ഒരു പോലീസുകാരനാണ്. അയാളാണ് ബ്രിട്ടീഷ് ഓഫീസറുടെ അടുത്ത് ഈ ഒരു സൂയിസൈഡ് സാക്രിഫൈസിനെ കുറിച്ചിട്ടുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. വൈ ഡസ് എലിസിൻ ടെൽ ദ പ്രൈസ് സിംഗർ ദാറ്റ് ദ നോട്ട് ഐ ബേർഡ് ഹാസ് ബീൻ കോളിംഗ് അറൗണ്ട്? നോട്ട് ഐ ബേർഡ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാലങ്കോഴി എന്നുള്ള രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ആ പക്ഷി ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്ത് ഒരു മരണം നടക്കും എന്നുള്ള രീതിയിൽ അതിന് സമാനമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഈ നോട്ട് ഐ ബേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ പക്ഷി അവിടെ ഇങ്ങനെ കരഞ്ഞിരുന്നത് എന്നുള്ളതിന് നമുക്കൊരു ഉത്തരപ്പം തന്നെ ആയിട്ടുണ്ടായിരിക്കും. എലിസിൻ ടെൽസ് ദ പ്രൈസ് സിംഗർ ദാറ്റ് നോട്ട് ഐ ബേർഡ് ഹാസ് ബീൻ കോളിംഗ് അറൌണ്ട് ടു സിഗ്നിഫൈ ദാറ്റ് ഡെത്ത് ഈസ് കോളിംഗ് ഫോർ ഹിം. അതായത് അയാൾക്ക് മരണം അടുത്തു, ആ മരണം വിളിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ സിമ്പലായിട്ടാണ് ആ പക്ഷിയുടെ ആ ശബ്ദത്തെ അവിടെ അവർ പറയുന്നത്. വൈ ഡസ് ഇയലോജ ഡിസൈഡ് ടു ഗ്രാൻഡ് എലിസൺസ് വിഷ് ടു മാരി ദ യങ് വുമൺ? അങ്ങനെ ഈ മരിക്കാൻ പോകുന്ന ഒരാൾക്ക് കുറച്ച് സമയത്തേക്ക് വേണ്ടിയിട്ട് ഒരു സ്ത്രീ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം എന്തുകൊണ്ടാണ് ഈ ഇയലോജ എന്ന് പറയുന്ന മാർക്കറ്റ് പ്ലേസിന്റെ ഉടമയായിട്ടുള്ള ആ സ്ത്രീ കൊടുക്കുന്നത്? Ialoja decides to grant Elisin's wish to marry the young woman to ensure his last moments are filled with joy and pleasure. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അയാളുടെ അവസാനത്തെ ആഗ്രഹം എന്നതുപോലെയാണ് ഇത് വരുന്നത്. അയാൾ മരിക്കാൻ പോവുകയാണ്. അപ്പോൾ അയാളുടെ അവസാന നിമിഷങ്ങൾ സന്തോഷകരമായിക്കോട്ടെ എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു ട്രഡീഷന് വേണ്ടിയിട്ടാണ് അയാൾ മരിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ത്യാഗത്തിനോടുള്ള ബഹുമാനം കൊണ്ടുകൂടിയാണ് അവരത് സമ്മതിക്കുന്നത്. Why didn't Elisin want his eldest son Olunde to leave for England? ഇനി ഇയാളുടെ മകൻ ഒലൂന്തെ ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാൻ പോകുന്നതിന് ഇയാൾക്ക് എന്തായിരുന്നു എതിർപ്പുണ്ടായിരുന്നത്? എലിസിൻ ഡിഡ്ന്റ് വാണ്ട് ഹിസ് എൽഡസ്റ്റ് സൺ ഒലൂന്തെ ടു ലീവ് ഫോർ ഇംഗ്ലണ്ട് ബിക്കോസ് ഹി വാണ്ടഡ് ഹിം ടു സ്റ്റേ ആൻഡ് കണ്ടിന്യൂ ദ ഫാമിലീസ് ലെഗസി. ഇവരുടെ ഫാമിലിയുടെ ഒരു ലെഗസി ഉണ്ട്. കാരണം രാജാവുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളുകൾ, രാജാവിന്റെ വലങ്കൈ തുടങ്ങിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവർക്ക് ഇവിടെ ഉള്ളത്. അത് തുടർന്നുകൊണ്ട് പോകണം എന്നുള്ളതായിരുന്നു അയാളുടെ ആഗ്രഹം. വൈ ഹാസ് ഒലൂന്തെ റിട്ടേൺ ടു ഹിസ് നേറ്റീവ് ലാൻഡ്? ഇനി മെഡിസിൻ പഠിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ പോയിരുന്ന ഒലൂന്തെ എന്തിനാണ് തിരിച്ചു വരുന്നത്?
Olunde has returned to his native land upon hearing the king's death to bury his father Elisin. അപ്പോൾ രാജാവ് മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കുമ്പോഴാണ് അയാൾ തിരിച്ചു വരുന്നത്. കാരണം അയാൾക്കറിയാം രാജാവ് മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പിതാവ് കൂടി മരിക്കേണ്ടി വരും എന്നുള്ളത്. വൈ ഡസ് ഒലൂന്തെ കോൾ എലിസിൻ an eater of leftovers? അങ്ങനെ എലിസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ അയാളുടെ മകൻ ഒലൂന്തയെ കാണുന്നുണ്ട്. അപ്പോൾ മകനോട് സംസാരിക്കാൻ പോകുന്ന സമയത്ത് മകൻ വളരെ ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ഈറ്റർ ഓഫ് ലെഫ്റ്റോവേഴ്സ് എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് പിതാവിനെ അധിക്ഷേപിക്കുന്നത്. എന്താണ് കാരണം? ഒലൂന്തെ കോൾസ് എലിസിൻ an eater of leftovers to criticize him for not fulfilling his duty and for betraying their cultural traditions. അതായത് ആ സൂയിസൈഡ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അയാളുടെ ഡ്യൂട്ടി നിറവേറ്റാത്തതിലും അവരുടെ ട്രഡീഷൻസിനെ വഞ്ചിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ് ഈ മകൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പെരുമാറുന്നത്. ഹൗ ഡസ് പിൽക്കിങ്സ് ജസ്റ്റിഫൈ ഹിസ് ഡിസിഷൻ ടു റിസ്ട്രെയിൻ എലിസിൻ? ഇനി ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഈ ബ്രിട്ടീഷ് ഓഫീസറുടെ ന്യായീകരണം എന്തായിരുന്നു? പിൽക്കിങ്സ് ജസ്റ്റിഫൈസ് ദി ഡിസിഷൻ ടു റിസ്ട്രെയിൻ എലിസിൻ by citing his duty to uphold British law and prevent what he sees as a barbaric and unnecessary ritual. അപ്പോൾ ബ്രിട്ടീഷ് നിയമം പാലിക്കുക എന്നുള്ളത് അയാളുടെ ഡ്യൂട്ടിയാണെന്നാണ് അയാൾ പറയുന്നത്. മാത്രമല്ല ഇതൊരു ബർബാറിക് ആയിട്ടുള്ള ഒരു പൈശാചികമായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ഒരു ആചാരം എന്നാണ് അയാൾ പറയുന്നത്. വാട്ട് അക്കോർഡിംഗ് ടു എലിസിൻ ഈസ് ദ റീസൺ ഫോർ ഹിസ് ഫെയിലിയർ ടു കമ്മിറ്റ് ദ റിച്വൽ സാക്രിഫൈസ്? തനിക്ക് റിച്വൽ നടത്താൻ കഴിയാത്തതിന്റെ കാരണമായിട്ട് എന്താണ് എലിസിൻ പറയുന്നത്? According to Elisin, the reason for his failure to commit the ritual sacrifice is Pilking's intervention. പിൽക്കിങ്സിന്റെ ഒരു ഇടപെടലാണ് അയാളെ ബലമായിട്ട് അവിടുന്ന് പിടിച്ചുകൊണ്ടു വന്നത് കാരണം കൊണ്ടാണ് അയാൾക്ക് അത് ചെയ്യാൻ കഴിയാതിരുന്നതാണ് അയാൾ പറയുന്നത്. വൈസ് ഇലയോജ ദ റിസീവ് ഓഫ് എലിസിൻ? ഇനി ജയിലിൽ കിടക്കുന്ന ഈ എലിസിനെ കാണാൻ വേണ്ടി എലോജ വരുന്നുണ്ട്. വളരെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അവർ പെരുമാറുന്നത്. എന്താണ് കാരണം? Yeloja is jealousy of Elisin because she believes he has failed in his duty and betrayed their cultural traditions. ആ സൂയിസൈഡ് സാക്രിഫൈസ് ചെയ്യുക എന്നുള്ള അയാളുടെ ഡ്യൂട്ടി അയാൾ നിർവഹിച്ചില്ല, അവരുടെ ട്രഡീഷനെ അയാൾ വഞ്ചിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ് അവർ ദേഷ്യത്തോടെ പെരുമാറുന്നത്. വാട്ട് ഒബ്ജക്ട് ഡു ദ വിമൻ ക്യാരി ഓൺ ദർ ഷോൾഡേഴ്സ് വെൻ ദേ കം ഇൻ ടു സീ ദ ഷാക്കിൾഡ് എലീസിൻ? ഇനി ഈ ജയിലിൽ കിടക്കുന്ന എലീസിനെ കാണാൻ വേണ്ടി മറ്റുള്ള സ്ത്രീകൾ വരുന്ന സമയത്ത് എന്താണ് അവരുടെ ഷോൾഡറിൽ അവർ ഏറ്റുകൊണ്ടുവന്നിരുന്നത്? ദ വിമൻ ക്യാരി ദ ബോഡി ഓഫ് ഒലൂന്ത ഓൺ ദെയർ ഷോൾഡേഴ്സ് വെൻ ദേ കെയിം ടു സീ ദ ഷാക്കിൾഡ് എലൂസിൻ. അപ്പോൾ ഇയാളെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ഈ ഒലൂന്തയുടെ മൃതശരീരമാണ് കൊണ്ടുവരുന്നത്. കാരണം ഇയാൾ മരിക്കാത്തത് കാരണം കൊണ്ട് ഇയാളുടെ മകൻ ആ റോൾ ഏറ്റെടുത്തിട്ട് ആത്മഹത്യ ചെയ്യാണ് ചെയ്തിരുന്നത്. ഹൗ ഡസ് എലിസിൻ റിയാക്ട് ടു ദ സാക്രിഫൈസ് ഓഫ് ഹിസ് സൺ? അപ്പോൾ അയാളുടെ മകന്റെ ത്യാഗത്തിനോട് എങ്ങനെയാണ് അയാൾ റിയാക്ട് ചെയ്യുന്നത്? എലിസിൻ റിയാക്ട്സ് ടു ദ സാക്രിഫൈസ് ഓഫ് ഹിസ് സൺ വിത്ത് ഷോക്ക് ആൻഡ് റിമോഴ്സ്, ദെൻ സ്ട്രാങ്കിൾസ് ഹിംസെൽഫ് വിത്ത് ഷാക്കിൾസ്. അയാൾ സ്വാഭാവികമായിട്ടും വ്യസനത്തോടു കൂടി ഞെട്ടലോടു കൂടിയാണ് റിയാക്ട് ചെയ്യുന്നത്. എന്നിട്ട് അയാളെ ഇവിടെ കെട്ടിയിരുന്ന ഈ ചങ്ങല ഉപയോഗിച്ചുകൊണ്ട് സ്വയം കഴുത്തിൽ മുറുക്കി അയാൾ മരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് അവിടെ ഇടപെടാനുള്ള സമയം കിട്ടുന്നില്ല. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സും ഇതിൽ സമ്മറിയും എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, ക്യാരക്ടർ സ്കെച്ച് ഓഫ് എലിസിൻ ഓബ. എലിസിൻ ഓബ ഇസ് ദ കിങ്സ് ഹോഴ്സ്മാൻ, എ ചരിസ്മാറ്റിക് ആൻഡ് റെസ്പെക്റ്റഡ് ഫിഗർ ഇൻ ദ കമ്മ്യൂണിറ്റി. ഇയാൾ നമ്മുടെ കിങ്ങിന്റെ ഹോഴ്സ്മാൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ ഈ സൊസൈറ്റിക്കകത്ത് വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ആൾ കൂടിയാണ്. He is deeply connected to his cultural traditions and believes strongly in fulfilling his duty even in the face of death. ഇനി അവരുടെ കൾച്ചറിലും ട്രഡീഷൻസിലും അയാൾ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ്. അതായത് സ്വന്തം മരണം പോലും കൊടുത്തുകൊണ്ട്, സ്വന്തം ജീവൻ പോലും കൊടുത്തുകൊണ്ട് ആ ട്രഡീഷൻ നിലനിർത്താൻ വേണ്ടി അയാൾ തയ്യാറാണ്. അതുകൊണ്ടാണ് അയാൾ ആ സൂയിസൈഡ് സാക്രിഫൈസിനെ സമ്മതിക്കുന്നത്. Elisin is portrayed as a complex character, torn between his personal desires and his responsibilities to his people. ഇനി അയാൾ അങ്ങനെ ഒരു ഓണറബിൾ ആയിട്ടൊരു ക്യാരക്ടർ മാത്രമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. അതിനകത്ത് കോംപ്ലക്സിറ്റീസ് വരുന്നുണ്ട്. ഒന്ന്, അയാൾ പേഴ്സണൽ ഡിസയേഴ്സ് ആണ്. അതായത് അയാളുടെ അവസാന ആഗ്രഹം എന്ന രീതിയിലൊക്കെ അയാൾ പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണം എന്നുള്ളതാണ് ആ മാർക്കറ്റ് പ്ലേസിൽ വെച്ച് കാണുന്നത്. അപ്പോൾ അന്ന് തന്നെ മരിക്കാൻ പോകുന്ന ഒരാൾ വെറുതെ ഒരു സ്ത്രീനെ വിധവയാക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. പക്ഷെ അപ്പോൾ അയാളാണ് സെൽഫിഷ് ആയിട്ടുള്ള ഡിസയറുകളുള്ള ഒരാളായിട്ട് കൂടി നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. എന്നാൽ അതേ സമയത്ത് തന്നെ അവരുടെ ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അയാൾ മരിക്കാൻ തയ്യാറാണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ രീതിയിൽ ഇങ്ങനെ സെൽഫിഷ്നെസിന്റെയും സാക്രിഫൈസിന്റെയും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിട്ടാണ് നമുക്ക് ഇയാളുടെ ക്യാരക്ടറിനെ
കാണാൻ കഴിയുന്നത്. അടുത്തത് സിഗ്നിഫിക്കൻസ് ഓഫ് ഇയലോജ. ഇയലോജ റെപ്രസെന്റ്സ് ദ വോയിസ് ഓഫ് ട്രഡീഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഇൻ ദ പ്ലേ. ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ട്രഡീഷന്റെ ഒരു റെപ്രസെന്റേഷൻ എന്നുള്ള രീതിയിലാണ് ഇയലോജ എന്നുള്ള ക്യാരക്ടർ വരുന്നത്. ആ മാർക്കറ്റ് പ്ലേസിലെ ഓണർ ആയിട്ടുള്ള സ്ത്രീയാണ് അവര്. ഷീ സെർവ്സ് എസ് എ മോറൽ കോമ്പസ്, എൻഷുറിംഗ് ദാറ്റ് കൾച്ചറൽ നോംസ് ആർ അപ്ഹെൽഡ് ആൻഡ് ഗൈഡിംഗ് എലിസിൻ ആൻഡ് അതേഴ്സ് ഇൻ ദർ ആക്ഷൻസ്. ഒരു ലീഡർ പോലെയാണ് അവരുടെ ക്യാരക്ടർ വരുന്നത്. ആ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നതിലും ആ മാർക്കറ്റ് പ്ലേസ് നിയന്ത്രിക്കുന്നതിലും അവർക്ക് വലിയ റോളുണ്ട്. She allows the marriage of the woman betrothed to her son with Elisin. This shows how she respects the tradition. ഇനി മറ്റൊന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അവരുടെ മകനുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ് അന്ന് തന്നെ മരിക്കാൻ പോകുന്ന എലീസിനെ അവര് വിവാഹം കഴിക്കാൻ വേണ്ടി സമ്മതിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ആ ട്രഡീഷന് വേണ്ടിയിട്ട് അവരുടെ കൾച്ചർ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവര് എത്രത്തോളം തന്നെ ത്യാഗം സഹിക്കുമെന്നുള്ളതും, മറ്റൊന്ന് ഇങ്ങനെ മരിക്കാൻ പോകുന്ന എലീസിനോടുള്ള ബഹുമാനമാണ് നമുക്കവിടെ കാണുന്നത്. ആ എലീസിനോടുള്ള ബഹുമാനം എന്ന് പറയുന്നത് അവരുടെ കൾച്ചറിനോടുള്ള ബഹുമാനമാണ്. അപ്പോൾ ആ ഒരു കൾച്ചറിനെ, ട്രഡീഷനെ ബഹുമാനിക്കുന്ന അവിടുത്തെ ആളുകളുടെ ഒരു റെപ്രസെന്റേഷൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ക്യാരക്ടറിനെ കാണാൻ കഴിയുന്നത്. ഒലൂന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി ഈ ഒലൂന്റെ എന്ന് പറയുന്ന ക്യാരക്ടർ അയാളുടെ പിതാവിന് പകരം അവിടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ളതാണ് പറയുന്നത്. Olunde's substitution for his father in the ritual sacrifice out of duty and love for his community. അപ്പോൾ ഈ ഇംഗ്ലണ്ടിലൊക്കെ പഠിക്കാൻ വേണ്ടി പോയിട്ടുള്ള ആളാണെങ്കിൽ കൂടിയും അയാള് ആ ഒരു കമ്മ്യൂണിറ്റിയെയും ആ കൾച്ചറിനെയും ഒരുപാട് റെസ്പെക്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ പിതാവിന്റെ റോൾ അയാൾ അവിടെ ഏറ്റെടുക്കുന്നത്. He believes in the importance of honoring traditions and is willing to sacrifice himself to uphold them. നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ട്രഡീഷൻസിനെ അയാൾ ഒരുപാട് വിലമതിക്കുന്നുണ്ട്. അതിനുവേണ്ടി സ്വന്തം ജീവൻ വരെ കൊടുക്കാൻ അയാൾ തയ്യാറാണ്. ഡിസ്പൈറ്റ് സ്റ്റേയിങ് അബ്രോഡ് ഹിസ് റൂട്ട്സ് ആൻഡ് ഫെയ്ത്ത് റിമെയിൻ അൺചേഞ്ച്ഡ്. അപ്പൊ ഇയാളുടെ ക്യാരക്ടറിൽ നമ്മൾ കാണുന്നത് ഇയാൾ ഇംഗ്ലണ്ടിൽ പോയി മെഡിസിൻ പോലുള്ള ഒരു ആധുനിക ശാസ്ത്രമാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിലും ഇയാളുടെ മനസ്സിൽ ഇപ്പോഴും ആ ട്രഡീഷനും കൾച്ചറിനുമാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇയാളുടെ ഈ ഒരു ആക്ഷനിൽ നമ്മൾ കാണുന്നത്. അടുത്തത് റോൾ ഓഫ് ദ പ്രൈസ് സിംഗർ. പ്രൈസ് സിംഗർ എന്ന് പറയുന്നത് ഇവിടെ ഈ പാട്ടൊക്കെ പാടുന്ന ഈ എലീസിനെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന ആളാണ്. ദ പ്രൈസ് സിംഗർ സെർവ്സ് ആസ് എ സ്റ്റോറി ടെല്ലർ ആൻഡ് കമന്റേറ്റർ, ആഡിംഗ് ഡെപ്ത് ടു ദ നെറേറ്റീവ് ആൻഡ് ഹൈലൈറ്റിംഗ് കീ തീംസ് ആൻഡ് മോട്ടീവ്സ്. നമ്മുടെ ക്ലാസിക്കൽ നാടകങ്ങളിൽ ഈ കോറസ് എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള റോളാണ് ഈ പ്ലേക്കകത്ത് നമ്മുടെ പ്രൈസ് സിംഗർക്ക് വരുന്നത്. ഒരു കമന്റേറ്റർ ആയിട്ടും സ്റ്റോറി ടെല്ലർ ആയിട്ടും അയാൾ അവിടെ പ്രവർത്തിക്കുന്നു. He also acts as a bridge between the audience and the characters, providing insight into their thoughts and motivations. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോറസ് എന്നുള്ളത് പോലെ ഓഡിയൻസ് ആയിട്ടും ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ട് കൂടി അയാൾ അവിടെ പ്രവർത്തിക്കുന്നു. He symbolizes how the community values tradition by praising Elisin. മറ്റൊന്ന് ഈ എലിസിനെ അയാൾ നിരന്തരം പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രൈസ് ചെയ്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ട്രഡീഷൻ, ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ആ ട്രഡീഷനെ വിലമതിക്കുന്നുള്ളതിന്റെ ഒരു സിമ്പിൾ കൂടിയാണ് ഇയാൾ. ഇനി ട്രീറ്റ്മെന്റ് ഓഫ് ഡ്യൂട്ടി ആൻഡ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ആ ഒരു ഡ്യൂട്ടി കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള തീം എങ്ങനെയാണ് പ്ലേക്കകത്ത് വരുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. സോയിങ്ക എക്സ്പ്ലോർസ് ദ തീംസ് ഓഫ് ഡ്യൂട്ടി ആൻഡ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ത്രൂ ദ ക്യാരക്ടർ ഓഫ് എലീസിൻ ആൻഡ് ഹിസ് കമ്മ്യൂണിറ്റി. ഈ എലീസിൻ എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെയും ആ കമ്മ്യൂണിറ്റിയിലൂടെയുമാണ് ഈ തീംസ് അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത്. Olunda's willingness to sacrifice himself for his father's failure highlights his theme. ഒലൂന്ത എന്ന് പറയുന്ന ക്യാരക്ടർ അയാളുടെ പിതാവിന് സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ സ്വന്തം ജീവൻ കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്നു. അപ്പോൾ അത് അവരുടെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണെന്നൊരു തീം നമുക്ക് അവിടെ കാണാൻ കഴിയും. ദി ആക്ഷൻസ് ഓഫ് ഇയലോജ ഓൾസോ ഷോക്കേസ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ഇയലോജ ചെയ്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. അപ്പോൾ അതും ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ തീമാണ് വരുന്നത്. ഇനി ഡ്യൂട്ടി എന്നതിനെ സംബന്ധിച്ച് കൺഫ്ലിക്റ്റിംഗ് തീമാണ് നമുക്ക് വരുന്നത്. ഒന്ന്, നമ്മുടെ എലേസിൻ എന്ന് പറയുന്ന ക്യാരക്ടറിനുള്ളതും അതുപോലെ തന്നെ ഒലൂന്തെ തുടങ്ങിയ ക്യാരക്ടേഴ്സിനൊക്കെ അവരുടെ കമ്മ്യൂണിറ്റിയോടും ട്രഡീഷനോടുമാണ് ഡ്യൂട്ടി ഉള്ളത്. എന്നാൽ പിൽക്കിങ്സ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഓഫീസർക്ക് അതേ സമയത്ത് തന്നെ ബ്രിട്ടീഷ് ലോയോടും അതുപോലെ തന്നെ മോഡേണിറ്റിയോടും ആധുനികതയോടുമാണ് ആ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. ഇനി വരുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ആണ്. ദ ടൈറ്റിൽ ഡെത്ത് ആൻഡ് ദ കിങ്സ് ഹോഴ്സ്മാൻ റെഫേഴ്സ് ടു ദ സെൻട്രൽ കോൺഫ്ലിക്റ്റ് ഓഫ് ദ പ്ലേ, ദ റിച്വൽ സൂയിസൈഡ് ഓഫ് ദ കിങ്സ് ഹോഴ്സ്മാൻ. അപ്പോൾ ഒന്ന് ഈ സ്റ്റോറിയുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ആ കിങ്സ് ഹോഴ്സ്മാന്റെ ഡെത്തുമായി ബന്ധപ്പെട്ടുള്ള കഥയാണ് അവിടെ നടക്കുന്നത്. ഇറ്റ് ഹൈലൈറ്റ്സ് ദ തീംസ് ഓഫ് ഡെത്ത്, ഡ്യൂട്ടി ആൻഡ് ദ ക്ലാഷ് ഓഫ് കൾച്ചേഴ്സ് ദാറ്റ് ആർ സെൻട്രൽ ടു ദ നരേറ്റീവ്. മറ്റൊന്ന്,
ഈ ഡെത്ത് അതുപോലെ തന്നെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുള്ള തീമുകളാണ് അവിടെ പരിശോധിക്കപ്പെടുന്നത്. അപ്പോൾ കിങ്സ് ഹോഴ്സ്മാൻ എന്ന് പറയുന്നതിൽ ഒരു ഡ്യൂട്ടിയുടെ സെൻസ് വരുന്നുണ്ട്. ആ രീതിയിൽ അത്തരം തീമുകൾ കൂടി ഇത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് കുഡ് ഓൾസോ ബി എ സിമ്പിൾ ഫോർ ദ ഡെത്ത് ഓഫ് ദ ട്രഡീഷൻ ആൻഡ് ദ കൾച്ചർ. മറ്റൊന്ന്, ഈ ഡെത്ത് എന്ന് പറയുന്നത് ഈ ഒരു ക്യാരക്ടറിൻ്റെത് മാത്രമല്ല, ആ ഒരു ട്രഡീഷന്റെയും ആ ഒരു കൾച്ചറിന്റെയും കൂടി ഡെത്താണ് അത് എന്നുള്ള രീതിയിൽ നമുക്കതിനെ സിംബലൈസ് ചെയ്ത് കാണാൻ വേണ്ടി സാധിക്കും. ആ രീതിയിൽ ഒക്കെ നമുക്ക് ഈ ടൈറ്റിലിനെ വ്യാഖ്യാനിക്കാം. ഇനി ഇതിലെ എസ്എ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, സബ്സ്റ്റാൻഷിയേറ്റ് സോയിങ്ക സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ദ പ്ലേ ഈസ് നോട്ട് അബൌട്ട് ക്ലാഷ് ഓഫ് കൾച്ചേഴ്സ്. ഇനി ഇതിന്റെ ഓതർ കൂടിയായിട്ടുള്ള വോൾ സോയിങ്ക പറയുന്നത് ഈ പ്ലേ കൾച്ചറുകൾ തമ്മിലുള്ള ക്ലാഷിനെ സംബന്ധിച്ച ഒന്ന് അല്ല എന്നാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? In his preface, Soyinka comments that he does not want the reader or audience to see the work as about a clash of cultures. അപ്പോൾ ഈ പ്ലേയുടെ ആമുഖത്തിലാണ് അദ്ദേഹം പറയുന്നത് ഇത് കൾച്ചറുകൾ തമ്മിലുള്ള ക്ലാഷ് ആയിട്ട് കാണരുതെന്ന്. Such an interpretation would mean the natives and the English are on the same footing while the latter is actually the aggressor. അങ്ങനെ പറയാനുള്ള കാരണം കൾച്ചറുകൾ തമ്മിലുള്ള ഒരു കൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഇക്വാലിറ്റിയുടെ സൗണ്ടിങ് ആണ് നമുക്ക് കേൾക്കുന്നത്. ഇവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒന്ന്, അവിടെ നൈജീരിയക്കാരായിട്ടുള്ള നേറ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ട്. ബ്രിട്ടീഷുകാർ എന്ന് പറയുന്നത് അവിടെ കൊളോണിയൽ ആയിട്ടുള്ള ആളുകളാണ്, അവിടെ അതിക്രമിച്ചു വന്നിട്ടുള്ള ആളുകളാണ്. അത് കാരണം കൊണ്ട് തന്നെ കൾച്ചറുകൾ തമ്മിലുള്ള കൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ അത് സിംപ്ലിഫൈ ചെയ്യപ്പെടും. വാസ്തവത്തിൽ ഒരു കൾച്ചറിന്റെ മുകളിൽ മറ്റൊരു കൾച്ചറിന്റെ അതിക്രമം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്കതിനെ പറയാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് ഈസ് റാദർ ആൻ ഇന്റർവെൻഷൻ ഇൻ കൾച്ചർ ദാൻ എ ക്ലാഷ് ബിറ്റ്വീൻ ദം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയുള്ളത് കൾച്ചറുകൾ തമ്മിലുള്ള ക്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിളായി പോകും. ഒരു കൾച്ചറിന്റെ മുകളിൽ മറ്റൊരു കൾച്ചർ ഇന്റർവീൻ ചെയ്യുന്നതായിട്ടാണ് നമ്മളിത് കാണേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തത്, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ആസ് എ ട്രാജഡി. ഈ പ്ലേ ഒരു ട്രാജഡി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. The play meets the criteria of a tragedy with its portrayal of a noble character, Elysin, who experiences a downfall due to his tragic flow. അപ്പോൾ ഒരു ട്രാജഡിക്ക് വേണ്ട ക്വാളിറ്റീസ് എല്ലാം ഇതിനകത്തുണ്ട്. ഒരു നോബിൾ ആയിട്ടുള്ള ക്യാരക്ടർ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അയാൾ ഒരു സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. ഇനി അയാളുടെ ഡൗൺഫോൾ ഉണ്ടാവുന്നതും അയാളുടെ ഈ ഒരു ട്രാജിക് ഫ്ലോ കാരണം കൊണ്ട് തന്നെയാണ്. Elysin's failure to fulfill his duty leads to catastrophic consequences, resulting in the death of his son and his own demise. ഇനി ഇയാളുടെ ഈ ഡ്യൂട്ടി ചെയ്യാൻ കഴിയാത്തതിലൂടെ അയാൾക്ക് അയാളുടെ മകന്റെ മരണം കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. The play evokes the feelings of pity and fear, essential elements of tragedy, as audience witness the tragic consequences of Elysin's actions. ഇനി മറ്റൊന്ന്, ഒരു ട്രാജഡിയുടെ മറ്റൊരു ലക്ഷണമായിട്ട് നമ്മൾ കാണുന്നത് അത് കാണുന്ന ആളുകൾക്ക് പിറ്റിയും ഫിയറും ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. അതും നമുക്ക് ഈ പ്ലേയെ സംബന്ധിച്ചിട്ട് പറയാം എന്നുള്ളത് കൊണ്ട് ഇത് നമുക്കൊരു ട്രാജിക് പ്ലേ ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ഇനി വരുന്നത് തീം ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത് ആണ്. ദ തീം ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത് ഈസ് സെൻട്രൽ ടു ദ പ്ലേ ആസ് ഇറ്റ് എക്സ്പ്ലോർസ് ദ യൊറൂബ ബിലീഫ് ഇൻ ദ സൈക്ലിക്കൽ നേച്ചർ ഓഫ് ലൈഫ്. ലൈഫ് ഡെത്ത് എന്ന് പറയുന്നതിലെ പ്രധാനമായിട്ടൊരു തീമാണ്. ഈ യൊറൂബ കൾച്ചറിനകത്ത് ഈ ലൈഫ് എന്ന് പറയുന്നത് സൈക്ലിക്കൽ ആണെന്നാണ് അവർ വിചാരിക്കുന്നത്. അതായത് മരണം എന്ന് പറയുന്നത് ഒരു അവസാനമല്ല, അത് തുടർച്ചയാണെന്നാണ് അവരുടെ കൾച്ചറിനകത്തുള്ള വിശ്വാസം. Elysin's ritual suicide is seen as a continuation of life rather than end, symbolizing the belief in the afterlife and the ancestral spirits. അപ്പോൾ മരണശേഷം ജീവിതമുണ്ട്, മരണശേഷം രാജാവിന് തുണയായിട്ടാണ് ഇയാൾ പോകുന്നത് എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. ആ രീതിയിൽ ഡെത്തിനെ കുറിച്ചുള്ള ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവാണ് അവർക്കുള്ളത്. അത് നമുക്ക് ഈ പ്ലേക്കകത്ത് കാണാൻ കഴിയും. The play also delves into the consequences of disrupting the natural order of life and death, highlighting the importance of fulfilling one's destiny. മറ്റൊന്ന്, ഈ നാച്ചുറൽ ഓർഡർ ആയിട്ടുള്ള കാര്യങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കോൺസിക്വൻസസ്. ഇപ്പൊ ഇവിടെ ഈ എലിസിൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ മരിക്കേണ്ടതായിരുന്നു, അത് അവിടെ തടസ്സപ്പെടുത്തി. അത് തടസ്സപ്പെടുത്തിയ സമയത്ത് എന്ത് സംഭവിച്ചു? അയാൾ മരിക്കേണ്ടതിന് പകരം അയാളും മരിച്ചു, അയാളുടെ മകനും മരിച്ചു എന്നുള്ളതാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ആ രീതിയിൽ എന്താണ്, ഇതൊരു നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യം എന്നുള്ള രീതിയിൽ നമ്മളത് അംഗീകരിക്കണം എന്നുള്ള ഒരു തീമൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡെപ്പിക്ഷൻ ഓഫ് വിമൻ. സ്ത്രീകളെ എങ്ങനെയാണ് ഈ പ്ലേക്കകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിമൻ ഇൻ ദ പ്ലേ ആർ ഡെപ്പിക്റ്റഡ് ഡിഫറെൻ്റ്ലി. വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഈ പ്ലേക്കകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ത്രീകളെ ചിത്രീകരിച്ചിട്ടുള്ളത്.
ഇയലോജ ഈസ് പോർട്രേഡ് ആസ് എൻ ഇൻഡിപെൻഡന്റ് ആൻഡ് സ്ട്രോങ് ക്യാരക്ടർ. ഇയലോജ എന്ന് പറയുന്നത് ആ മാർക്കറ്റ് പ്ലേസിന്റെ ഓണർ ആയിട്ട് വരുന്ന സ്ത്രീ ഒരു ഇൻഡിപെൻഡന്റ് സ്ട്രോങ് ക്യാരക്ടർ ആയിട്ടാണ് അവരെ അവതരിപ്പിച്ചിട്ടുള്ളത്. While the bride is portrayed as a subordinate and almost objectified. എന്നാൽ ഇയാൾ വിവാഹം കഴിക്കുന്ന ആ ഒരു യുവതിയാണെങ്കിൽ സബോർഡിനേറ്റ് ആണ്, അവർക്കൊരു റോളില്ല, ഒരു വോയിസ് ഇല്ലാത്ത രീതിയിലാണ്, ഓൾമോസ്റ്റ് ഒബ്ജക്റ്റിഫൈഡ് ആണ്. അതായത് ഒരാളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി അവരുടെ ജീവിതം കളയുക എന്നുള്ള രീതിയിലേക്ക് അത്ര വിലയില്ലാത്ത രീതിയിലാണ് അവരെ അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ട് വ്യത്യസ്ത രീതിയിൽ നമുക്ക് അവിടെ സ്ത്രീകളെ അവതരിപ്പിച്ചിട്ടുള്ളത് കാണാൻ വേണ്ടി കഴിയും. ജെയിൻ ദി ഇംഗ്ലീഷ് വുമൺ ഈസ് പോർട്രേഡ് ആസ് ഹാവിംഗ് മോർ പവർ ആൻഡ് ഫ്രീഡം. ഇനി മോഡേൺ കൾച്ചറിന്റെ പ്രതിനിധിയായിട്ട് വരുന്ന ജെയിൻ എന്ന ക്യാരക്ടർ കുറച്ചുകൂടി പവറും അതുപോലെ തന്നെ ഫ്രീഡം ഒക്കെയുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഈ ക്യാരക്ടേഴ്സിനെ ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് പൊതുവിൽ ആ ഒരു കൾച്ചറിനകത്ത് സ്ത്രീകൾക്ക് വരുന്ന റോളിനെ കുറിച്ച് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പ്ലേയുമായി ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.